ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ. അപ്പോൾ സാജി എന്ന് പറയുന്ന ഒരു ബ്ലോഗറെ പറ്റി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സാജി എന്ന ആളുടെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് സാജിദ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം കല്യാണത്തിനെ പറ്റിയല്ല ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. കല്യാണം എന്ന് പറയുന്നത് ഏതൊരു ആൾക്കാർക്കും ഏതൊരു പെണ്ണിന് വേണ്ട ഒരു കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും സാജിദാക്ക് അത്ര വയസ്സൊന്നുമില്ല, 32 വയസ്സായിട്ടുള്ളൂ. സാജിദാക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പാർട്ട്ണർ അത്യാവശ്യമാണ് സാജിദാക്ക്. 5 ആൺകുട്ടികളാണ്. മുന്നോട്ടേക്ക് മക്കൾ ഉണ്ടാവണം ഒന്നുമില്ല. എന്താ വെച്ചാൽ മക്കൾ വളർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സാജിദാക്ക് ഒരു പാർട്ട്ണർ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. സാജിദ കല്യാണം കഴിക്കണം, സന്തോഷമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് സാജിദാനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കായാലും ഒരുപാട് സന്തോഷങ്ങളേ ഉണ്ടാവും. പക്ഷേ സാജിദയുടെ വെല്ലുവിളിയാണ് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ എന്തിനാ സാജിദ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യം സാജിദക്ക് ഉണ്ടോ? അപ്പോൾ ഞാൻ ഒരു വീഡിയോസ് കാണാനിടയായി. സാജിദാൻ്റെ ഒരു റീല് കണ്ടു. പിന്നെ എൻ്റെ നിക്കാഹ് കഴിഞ്ഞു, എൻ്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു, എൻ്റെ മഹറാണിതെന്നൊക്കെ പറഞ്ഞിട്ട് പൊന്തിച്ചിട്ട് ലോക്കറ്റില്ല ഒരു വെല്ലുവിളിച്ചുകൊണ്ട് വിരലൊക്കെ ചൂണ്ടിയിട്ടാണ് സാജിദയുടെ സംസാരം. അപ്പോൾ സാജിദ ആദ്യമായിട്ട് വീഡിയോസ് ഇട്ടത് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ടിങ്ങിനും, പിന്നെ സാജിദാക്ക് 5 മക്കളാണ്. യത്തീം മക്കളായിട്ട് മുന്നോട്ടേക്ക് സാജിദാക്ക് മക്കളെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും, പിന്നെ 2 മക്കളെ യത്തീംഖാനയിലാക്കിയതും, സാജിദാൻ്റെ പട്ടിണിയും പരിപാട്ടും ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സാജിദ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ജനങ്ങൾ എന്താ പറയുക, നല്ല നല്ല മനസ്സിൻ്റെ ഉടമകളൊക്കെ സാജിദാനെ 2 കൈ നീട്ടിയിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്, സാജിദയെയും സാജിദയുടെ മക്കളെയും. അപ്പോൾ ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സാജിദ വിചാരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മഷൂറ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വ്ളോഗറാണ്. അപ്പോൾ ആ സ്ത്രീയെ പറ്റിയിട്ടും ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയുടെ ചാനൽ പൂട്ടിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാജിദ എന്നൊരു വ്യക്തി വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ അതൊക്കെ? പിന്നെ എന്താ പറയുക, സാജിദക്ക് അഹങ്കാരങ്ങൾ കുറച്ചാക്കിക്കൂടെ? പണ്ടത്തെ സാജിദയേ അല്ല ഇപ്പോൾ. അഹങ്കാരങ്ങളും എന്താ പറയുക, അഹംഭാവമൊക്കെ കൂടിയൊരു സാജിദാനാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഈ മസ്റൂറ എന്ന് പറയുന്ന ആളെ ചാനൽ പൂട്ടിക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളെപ്പോലത്തെ ഒരു സ്ത്രീ തന്നെയാണ് അവർക്കും ഭർത്താവില്ല, അവർക്ക് 3 കുട്ടികളുണ്ട്. നിങ്ങളെ മക്കൾ എങ്ങനെയാണോ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്, വീഡിയോസിലൊക്കെ വന്നിട്ട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളെ എന്താ പറയുക സംസാരമൊക്കെ അഹങ്കാരങ്ങളോടാണ് നിങ്ങളെ സംസാരങ്ങളൊക്കെ. ഇതൊന്നും നിങ്ങൾ പറയാത്ത രീതിയിലാണ് നിങ്ങളെ സംസാരങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവരിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, അതിൻ്റെ അടുക്ക് അവർ തൊഴിലെടുത്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ റബ്ബർ തോട്ടത്തിൽ പോയിട്ട് പാലെടുത്തിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തിനാണ് നിങ്ങൾ അവർ ചാനൽ പൊട്ടിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഈ മസ്റൂറ എന്ന് പറഞ്ഞ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ ബാഡ് കമൻറ്റ് ഉണ്ടാവും, നല്ല കമൻറ്റ് ഉണ്ടാവും. അതൊക്കെ തയ്യാറായിട്ടായിരിക്കണോ ഞാനായാലും നിങ്ങളായാലൊക്കെ മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ ഈ ബാഡ് കമൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാഡായിട്ട് തോന്നും, പക്ഷേ നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കത് കേൾക്കാൻ തയ്യാറില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ അവരെ തെറി പറയുക അല്ലെ വെല്ലുവിളിക്കുക, അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഒരുപാട് വലിയ വ്ളോഗർമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ KL ബ്രോ, ബിജു ഒക്കെ അവർ വന്ന വഴി മറക്കാത്ത ആൾക്കാർ, അങ്ങനെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. വന്ന വഴി കൂടി തന്നെ ഇന്നും അവരൊക്കെ അതുപോലെ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ പ്രേക്ഷകരുടെ സപ്പോർട്ട് അപ്പോഴും ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. നമ്മളായിട്ട് തന്നെ ജീവിക്കുക. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണോ വന്നത്, നമ്മളെങ്ങനെയാണോ യൂട്യൂബിലേക്ക് വന്നത്, അതുപോലെ ജീവിക്കുക. അതുപോലെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങളെപ്പോലത്തെ അഹങ്കാരങ്ങളും അഹംഭാവങ്ങളും കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നിങ്ങളെ സബ്സ്ക്രൈബർ ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. പിന്നെ നിങ്ങൾ സിമ്പതി നേടിയെന്ന് വെച്ചാൽ നിങ്ങളെ ഭർത്താവിൻ്റെ ഫാമിലിയെ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സിമ്പതി നേടിയത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടമായി. നിങ്ങളെ ഭർത്താവിനോട് ചെയ്ത്, നിങ്ങളെ ഭർത്താവിന് സഹോദരങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ
നിങ്ങൾ പറഞ്ഞല്ലോ ഭർത്താവിൻ്റെ മയ്യത്തെടുത്ത സമയത്ത് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങൾ കുറേ അഹങ്കാരങ്ങൾ അഹംഭാവം ഉള്ള ഒരു സ്ത്രീയാണെന്ന് ഇതിൽ കൂടി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാം. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ, നിങ്ങൾ അഹങ്കാരങ്ങളൊന്നും നിർത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.